അക്കൗണ്ടിംഗ് ഫോർ നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ഈ ചാപ്റ്ററിലെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ്, ലാഭം ലക്ഷ്യമാക്കാതെ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്ത് വരുന്നത്. കഴിഞ്ഞ 2 ക്ലാസ്സുകളിലായിട്ട് നമ്മൾ റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ടും ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടും ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇന്ന് നമ്മൾ ബാലൻസ് ഷീറ്റിനെ കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. അപ്പോൾ ആദ്യം ഒരു നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷനുമായി കണക്ട് ചെയ്തിട്ട് ബാലൻസ് ഷീറ്റിനെ കുറിച്ച് ജസ്റ്റ് ഒന്ന് പറയാം. Just as in profit-seeking organizations, a balance sheet is to be prepared by a not-for-profit organization to show the financial position on the last date of the accounting year. നമ്മൾ കഴിഞ്ഞ വർഷം ഒരു പ്രോഫിറ്റ് സീക്കിംഗ് ഓർഗനൈസേഷൻ്റെ അഥവാ ഒരു ബിസിനസ് സ്ഥാപനത്തിൻ്റെ ബാലൻസ് ഷീറ്റ് തയ്യാറാക്കാൻ നമ്മൾ 1ാം വർഷ അക്കൗണ്ടൻസിയിൽ പഠിച്ചു. അതേപോലെ തന്നെ ഒരു നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ, ഒരു ക്ലബ്ബോ മറ്റേതെങ്കിലും തരത്തിലുള്ള നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ആണെങ്കിലും ഒരു സാമ്പത്തിക വർഷത്തിൻ്റെ അവസാന ദിവസം ആ ക്ലബിൻ്റെയോ സ്കൂളിൻ്റെയോ കോളേജിൻ്റെയോ ഹോസ്പിറ്റലിൻ്റെയോ ഏത് തരം നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ആണെങ്കിലും അവയുടെയൊക്കെ ഫിനാൻഷ്യൽ പൊസിഷൻ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ബാലൻസ് ഷീറ്റ് തയ്യാറാക്കേണ്ടതുണ്ട്. ബാലൻസ് ഷീറ്റ് തയ്യാറാക്കുന്നതിൻ്റെ ഉദ്ദേശം നമുക്കറിയാം, ടു ഷോ ദ ഫിനാൻഷ്യൽ പൊസിഷൻ ഓഫ് എൻ ഓർഗനൈസേഷൻ, ഒരു സ്ഥാപനത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി വ്യക്തമാക്കാൻ, ഇൻ ടേംസ് ഓഫ് ഇറ്റ്സ് അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ്. ഇതെങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നത്? ഇറ്റ് ഈസ് പ്രിപ്പയർഡ് ഫ്രം ദ ബാലൻസസ് റിമൈനിങ് ആഫ്റ്റർ ദ ട്രാൻസ്ഫർ ഓഫ് ഓൾ റവന്യൂ ഇൻകംസ് ആൻഡ് എക്സ്പെൻഡിച്ചേഴ്സ് ടു ദ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്. നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ്റെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് 3 റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ട്, ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ്. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിലേക്ക് എല്ലാ റവന്യൂ നാച്ചുറലുള്ള ഇൻകംസും എക്സ്പെൻസുകളും ട്രാൻസ്ഫർ ചെയ്ത് ബാലൻസ് നിൽക്കുന്ന അക്കൗണ്ടുകളെ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ബാലൻസ് ഷീറ്റ് തയ്യാറാക്കുന്നത്. ഓക്കെ, നമുക്ക് ഈ ബാലൻസ് ഷീറ്റ് മനസ്സിലാക്കാൻ വേണ്ടി ഒരു എക്സാമ്പിൾ ക്വസ്റ്റ്യൻ ചെയ്ത് പ്രാക്ടീസ് ചെയ്യാം. ഓക്കെ, നമ്മൾ ഈ പ്രോബ്ലം ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യമായിട്ട് ശ്രദ്ധിക്കേണ്ടത് ക്വസ്റ്റ്യൻ മുഴുവനായിട്ടൊന്ന് വായിച്ച് മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഫോളോയിങ് ഈസ് ദ റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ട് ഓഫ് മെജസ്റ്റിക് ക്ലബ് കാലിക്കറ്റ് ഫോർ ദ ഇയർ എൻഡഡ് 31st December 2013. 2013 ഡിസംബർ 31 അവസാനിച്ച സാമ്പത്തിക വർഷത്തിലെ കാലിക്കറ്റ് മെജസ്റ്റിക് ക്ലബിൻ്റെ റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ടാണ് ഇവിടെ തന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെ സാമ്പത്തിക വർഷം അവസാനിക്കുന്ന ദിവസം ഏതാണ്? 31/12/2013. അപ്പോൾ ഈ സാമ്പത്തിക വർഷം ഏതാണ്? ജനുവരി 1 മുതൽ ഡിസംബർ 31 വരെയാണ്. അപ്പോൾ ജനുവരി 1 ഓപ്പണിംഗ് ഡേ, ഡിസംബർ 31 ക്ലോസിംഗ് ഡേ. മെജസ്റ്റിക് ക്ലബ്ബ് സാമ്പത്തിക വർഷമായിട്ട് എടുത്തിട്ടുള്ളത് ജനുവരി 1 ടു ഡിസംബർ 31, 2013. ഓക്കെ, ദെൻ നമ്മൾ റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ട് ഒന്ന് നോക്കാം. റെസീപ്റ്റ് സൈഡിൽ നോക്കുക. റെസീപ്റ്റ് സൈഡിൽ നിന്നാണ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിലേക്ക് ഇൻകം എമൗണ്ട് കിട്ടുന്നത്. ബാലൻസ് ബ്രോ ഡൗൺ 3500. ഇത് ഓപ്പണിംഗ് ബാലൻസ് ഓഫ് ക്യാഷ് ഇൻ ഹാൻഡ് ആണെന്ന് നമ്മൾ അസ്യൂം ചെയ്യാം. ബാലൻസ് ബ്രോ ഡൗൺ എന്ന് പറഞ്ഞ് ക്യാഷ് ആണോ ബാങ്ക് ആണെന്ന് പ്രത്യേകം പറഞ്ഞിട്ടില്ലെങ്കിൽ ഇത് ക്യാഷ് ഇൻ ഹാൻഡ് ആണ്. ദെൻ സബ്സ്ക്രിപ്ഷൻസ്, ഈ മെജസ്റ്റിക് ക്ലബിൻ്റെ 2013 ഡിസംബർ 31 അവസാനിച്ച സാമ്പത്തിക വർഷത്തിൽ കിട്ടിയ വരിസംഖ്യയാണ്. ദെൻ ഇൻട്രസ്റ്റ് റിസീവ്ഡ് ആണ്, റെസീപ്റ്റ് സൈഡിലാണല്ലോ ക്യാഷ് കിട്ടിയത് 400 രൂപ. ദെൻ ഡൊണേഷൻ ബ്രാക്കറ്റിൽ ജനറൽ എന്ന് എഴുതിയിട്ടുണ്ട്. ജനറൽ ഡൊണേഷനാണ്. പൊതുവായിട്ട് പബ്ലിക് എന്ത് ചെയ്തിട്ടുണ്ട്? കുറേ ആളുകൾ ഈ ക്ലബിന് ഡൊണേഷൻ കൊടുത്തിട്ടുണ്ട് 6000 രൂപ. റെസീപ്റ്റ് ആണല്ലോ 6000 രൂപ. ദെൻ അടുത്തൊരു ഡൊണേഷൻ നോക്കുക, ഡൊണേഷൻ ഫോർ ബിൽഡിംഗ് ഫണ്ട്. ഇതൊരു സ്പെഷ്യൽ പർപ്പസ് ഫണ്ടാണ്. ജനങ്ങളിൽ നിന്ന്, പബ്ലിക്കിൽ നിന്ന് അല്ലെങ്കിൽ മെമ്പർമാരിൽ നിന്ന് കളക്ട് ചെയ്ത ഡൊണേഷൻ എമൗണ്ട് ആണ് 60000 രൂപ. അത്ര 60000 രൂപ ഈ സാമ്പത്തിക വർഷം ഡൊണേഷൻ ഫോർ ബിൽഡിംഗ് ഫണ്ടായിട്ട് കിട്ടിയിട്ടുണ്ട്. ഒരു പ്രത്യേക പർപ്പസിന് വേണ്ടിയുള്ള ഫണ്ടാണ്. അപ്പോൾ നമ്മളത് എന്താ ചെയ്യുന്നത്? ഇത് നമ്മൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ കാണിക്കാൻ പാടില്ല. ഇത് ബാലൻസ് ഷീറ്റിലാണ് കാണിക്കേണ്ടത്. ഇത് ക്യാപിറ്റൽ നാച്ചുറലുള്ള ഐറ്റമാണ്, അഥവാ ഒരു അസറ്റ് ക്രിയേഷന് വേണ്ടിയുള്ള ഫണ്ടാണ്. ദെൻ മിസ്ലേനിയസ് റെസീപ്റ്റ്സ്, മറ്റു റെസീപ്റ്റുകളാണ്. മറ്റു ചില ക്യാഷ് റെസീപ്റ്റുകൾ, ചില്ലറ എമൗണ്ടുകൾ ബിസിനസ്സിലേക്ക് വന്നത് 620 രൂപ. ദെൻ സെയിൽ ഓഫ് ഗ്രാസ് ₹200. ഇതൊരു ഇൻകം ആണ്, ഗ്രൗണ്ടിൽ നിന്നുള്ള ഗ്രാസ് സെയിലാണ്.
ചെറിയൊരു എമൗണ്ടൊക്കെ ചിലപ്പോൾ ക്ലബ്ബുകൾക്ക് കിട്ടിയേക്കാം. അങ്ങനെ 200 രൂപ ക്യാഷ് റെസിപ്റ്റ് ഉണ്ട്. ദെൻ പേയ്മെൻറ്റ് സൈഡിൽ റെൻറ്റ്, സാലറീസ്, സൺട്രി എക്സ്പെൻസസ്, റവന്യൂ നാച്ചുറലുള്ള പേയ്മെൻറ്റുകളാണ് അഥവാ എക്സ്പെൻസുകളാണ്. ദെൻ ഇൻവെസ്റ്റ്മെൻറ്റ് പർച്ചേസ്ഡ്, ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ നിക്ഷേപം, അതിനുവേണ്ടി മുടക്കിയ എമൗണ്ട് ഈ വർഷം 25,000 രൂപയാണ്. ഇതൊരു അസറ്റ് ക്രിയേഷനാണ്, അസറ്റ് വാങ്ങാൻ വേണ്ടിയുള്ള ചിലവാണ് അഥവാ ക്യാപിറ്റൽ നാച്ചറാണ്, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറാണ്, ബാലൻസ് ഷീറ്റിലാണ് കാണിക്കേണ്ടത്. ന്യൂസ് പേപ്പേഴ്സ്, ക്ലബ്ബ് ന്യൂസ് പേപ്പറുകൾ വാങ്ങിയത് 1000 രൂപ, റവന്യൂ നാച്ചർ അഥവാ എക്സ്പെൻസാണ്, ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യണം. ദെൻ സ്പോർട്സ് എക്യുപ്മെൻറ്റ്സ്, ബ്രാക്കറ്റിൽ ഡേറ്റ് വന്നിട്ടുണ്ട്. 30,000 രൂപയുടെ സ്പോർട്സ് എക്യുപ്മെൻറ്റ്സ് 30/6/2013 വാങ്ങിയിട്ടുണ്ട്. അതിന് 30,000 രൂപ പേയ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്. ദെൻ ബാലൻസ് ബ്രോഡ് ഓൺ, റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ടിൻ്റെ ക്ലോസിംഗ് ബാലൻസ് എന്താണ്? ക്ലോസിംഗ് ബാലൻസ് ഓഫ് ക്യാഷ് ഇൻ ഹാൻഡ് ആണ്. അപ്പോൾ ഓപ്പണിങ്ങിൽ 3,500 രൂപ കയ്യിലുണ്ടായിരുന്നു. ഇത്രയും എമൗണ്ടുകൾ ക്യാഷ് റെസീപ്റ്റ് ഉണ്ടായി ക്ലബിന്, ഇത്രയും എമൗണ്ടുകൾ ക്യാഷ് പേയ്മെൻറ്റ് ഉണ്ടായി. അപ്പോൾ റെസീപ്റ്റ് മൈനസ് പേയ്മെൻറ്റ്സ് ഈക്വൽ ടു ഇത്രയും എമൗണ്ട് ക്യാഷ് ബാലൻസ് കയ്യിലുണ്ടായി. ഇനി ഇതോടൊപ്പം നമുക്ക് ചില അഡ്ജസ്റ്റ്മെൻറ്റുകൾ കൂടി ഉണ്ട്. അതിന് വേണ്ട അഡീഷണൽ ഇൻഫോർമേഷൻസ് തന്നിട്ടുണ്ട്. ഒന്ന് നോക്കുക. സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിങ് അറ്റ് ദ എൻഡ് ഓഫ് 2012 വേർ ₹4,500. 2012 അവസാനം സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിങ് ആയി നിൽക്കുന്നത് 4,500 രൂപ. 2012 എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ സാമ്പത്തിക വർഷം. നമ്മുടെ പ്രസൻറ്റ് ഫിനാൻഷ്യൽ ഇയർ ഏതാണ്? 2013 ഡിസംബർ 31 അവസാനിച്ചതാണ് അല്ലേ? അപ്പോൾ 2012 ഡിസംബർ 31 സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിങ് ആയി നിൽക്കുന്നത്. സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിങ് എന്ന് പറഞ്ഞാൽ വരിസംഖ്യ ഈ ക്ലബിന് കിട്ടാനുള്ളത് അഥവാ കഴിഞ്ഞ വർഷത്തെ ഔട്ട്സ്റ്റാൻഡിങ് ആണ് 4,500 രൂപ. ആൻഡ് അറ്റ് ദ എൻഡ് ഓഫ് 2013 അഥവാ ഈ വർഷത്തെ ക്ലോസിംഗ് ഡേയിൽ ഡിസംബർ 31 സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിങ് 6,500 രൂപയുണ്ട്. അഥവാ കറണ്ട് ഫിനാൻഷ്യൽ ഇയറിലേക്ക് കിട്ടാനുള്ളതാണ് 6,500 രൂപ. കഴിഞ്ഞ വർഷം കിട്ടാനുള്ളതാണ് 4,500 രൂപ. നമുക്ക് ഈ വർഷം ടോട്ടൽ സബ്സ്ക്രിപ്ഷൻ കിട്ടിയത് എത്രയാണ്? 57,500 രൂപയാണ്. അതിലെന്തുകൂടി ഉണ്ടായിരിക്കും? കഴിഞ്ഞ വർഷം കിട്ടാനുള്ള 4,500 രൂപ കൂടി ഉണ്ടായിരിക്കും. ഈ വർഷം കിട്ടിയത് 57,500, കഴിഞ്ഞ വർഷം കിട്ടാനുള്ളത് 4,500 എന്ന് പറഞ്ഞാൽ ഈ വർഷം കിട്ടിയതിൽ ഉൾപ്പെട്ടിട്ടുണ്ടാവും. പക്ഷേ നമ്മുടെ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ എഴുതുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമുക്കറിയാം റവന്യൂ ഐറ്റംസ് മാത്രമാണ് റെക്കോർഡ് ചെയ്യുന്നത്. അഥവാ കറണ്ട് ഫിനാൻഷ്യൽ ഇയറിലേക്ക് അപ്ലിക്കബിൾ ആയിട്ടുള്ള എക്സ്പെൻസുകൾ അല്ലെങ്കിൽ ഇൻകംസ് മാത്രമാണ് എഴുതുന്നത്. അപ്പോൾ ഇവിടെ ഈ 57,500ൻ്റെ കൂടെ നമ്മൾ ഈ വർഷത്തെ ഔട്ട്സ്റ്റാൻഡിങ്, ഈ വർഷം കിട്ടാനുള്ളത് ഈ വർഷത്തെ ഇൻകമാണ്, അതുകൂടി ആഡ് ചെയ്യണം. അതേസമയം കഴിഞ്ഞ വർഷം കിട്ടാനുണ്ടായിരുന്ന എമൗണ്ട് കഴിഞ്ഞ വർഷത്തെ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ ആഡ് ചെയ്തതായിരിക്കും. അത് ഈ വർഷത്തെ എമൗണ്ടിൽ ഇവിടെ 57,500 വന്നിട്ടുണ്ടാവും. പക്ഷെ അത് ഈ വർഷത്തെ ഇൻകം അല്ലാത്തത് കൊണ്ട് ഈ വർഷത്തെ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ കാണിക്കാൻ പാടില്ല. ഇതെന്ത് ചെയ്യണം? മൈനസ് ചെയ്യണം. ഓക്കെ. ദെൻ അടുത്തൊരു കാര്യം, സാലറീസ് ഔട്ട്സ്റ്റാൻഡിങ് അറ്റ് ദ എൻഡ് ഓഫ് 2012 ആൻഡ് അറ്റ് ദ എൻഡ് ഓഫ് 2013 വേർ ₹2,500 ആൻഡ് 4,000 റെസ്പെക്റ്റീവ്ലി. കഴിഞ്ഞ സാമ്പത്തിക വർഷം 2012 സാലറീസ് ഔട്ട്സ്റ്റാൻഡിങ് 2,500 ഉണ്ട്. അതേപോലെ 2013 അഥവാ നമ്മുടെ പ്രസൻറ്റ് ഫിനാൻഷ്യൽ ഇയറിൽ 4,000 രൂപയും സാലറീസ് ഔട്ട്സ്റ്റാൻഡിങ് ഉണ്ട്. നമുക്കറിയാം സാലറി എന്ന് പറഞ്ഞാൽ ഒരു എക്സ്പെൻസ് ആണ്. പേയ്മെൻറ്റ് നടത്തിയത് 25,000 രൂപ, ക്യാഷ് പെയ്ഡ് 25,000 ഉണ്ട്. ഈ 25,000-ൽ എന്തുണ്ടായിരിക്കും? കഴിഞ്ഞ വർഷം കൊടുക്കാനുള്ള 2,500 രൂപ, 2012 സാലറി ഔട്ട്സ്റ്റാൻഡിങ് നമ്മൾ കൊടുത്തിട്ടുണ്ടാവുമല്ലോ. സോ 25,000 രൂപയിൽ 2,500 രൂപ നമ്മൾ മൈനസ് ചെയ്യണം. എന്തുകൊണ്ടാണ് മൈനസ് ചെയ്യുന്നത്? അത് കഴിഞ്ഞ ഫിനാൻഷ്യൽ ഇയറിലെ സാലറി എക്സ്പെൻസ് ആണ്. നമ്മൾ ഈ വർഷത്തെ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ അത് ഉൾപ്പെടുത്താൻ പാടില്ല, അത് മൈനസ് ചെയ്യണം. അതേസമയം 2013 ഔട്ട്സ്റ്റാൻഡിങ്, 2013 പറഞ്ഞാൽ നമ്മുടെ പ്രസൻറ്റ് ഫിനാൻഷ്യൽ ഇയറിൽ 4,000 രൂപ സാലറി കൊടുക്കാനുണ്ട്. എന്തായാലും ഈ വർഷത്തെ സാലറി എക്സ്പെൻസ് ആണല്ലോ, അത് കൊടുത്തിട്ടില്ലെങ്കിൽ പോലും ആ ഔട്ട്സ്റ്റാൻഡിങ് നമ്മൾ എന്ത് ചെയ്യണം? ഈ വർഷത്തെ എക്സ്പെൻസ് ആയിട്ട് എടുക്കണം, അഥവാ 25,000-ൻ്റെ കൂടെ ആഡ് ചെയ്യണം. ദെൻ മറ്റു ചില കാര്യങ്ങൾ കൂടി പറഞ്ഞിട്ടുണ്ട്. ഓൺ 31 ഡിസംബർ 2012 അഥവാ കഴിഞ്ഞ വർഷം ക്ലോസിങ്ങിൽ 2012 ഡിസംബർ 31 ക്ലബിന് ഇൻവെസ്റ്റ്മെൻറ്റ്സ് 20,000 രൂപയുടെ ഉണ്ട്, ഫർണിച്ചർ 12,000 രൂപയുടെ ഉണ്ട്, സ്പോർട്സ് എക്യുപ്മെൻറ്റ്സ് 40,000 രൂപയുടെയും ഉണ്ട്. 3 അസറ്റ്സിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. 2012 കഴിഞ്ഞ വർഷം
ഡിസംബർ 31 ക്ലബിൻ്റെ കയ്യിൽ ഇത്രയും അസറ്റ്സ് ഉണ്ട്. ഇൻവെസ്റ്റ്മെൻറ്റ്സ് 20,000, ഫർണിച്ചർ 12,000, സ്പോർട്സ് എക്യുപ്മെൻറ്റ്സ് 40,000. ദെൻ നമ്മളോട് എന്താ പറഞ്ഞുള്ളത്? പ്രിപ്പയർ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് തയ്യാറാക്കണം ഫോർ ദ ഇയർ എൻഡഡ് 31 ഡിസംബർ 2013. ഈ സാമ്പത്തിക വർഷത്തിൽ ജനുവരി 1 ടു ഡിസംബർ 31, 2013 ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് തയ്യാറാക്കണം. അതുപോലെ ഒരു ബാലൻസ് ഷീറ്റും തയ്യാറാക്കണം അതേ ഡേറ്റിന് തന്നെ, ഈ വർഷം ക്ലോസിങ്ങിൽ. ആഫ്റ്റർ ഡിപ്രീസിയേറ്റിംഗ് ഫർണിച്ചർ ബൈ 10% ആൻഡ് സ്പോർട്സ് എക്യുപ്മെൻറ്റ്സ് ബൈ 20%. ഫർണിച്ചറിന് 10% ഡിപ്രീസിയേഷനും സ്പോർട്സ് എക്യുപ്മെൻറ്റിന് 20% ഡിപ്രീസിയേഷനും കൊടുത്തിട്ട് വേണം ബാലൻസ് ഷീറ്റൊക്കെ തയ്യാറാക്കാൻ. ഓക്കെ, അപ്പോൾ നമുക്കിത് എങ്ങനെ ചെയ്യാം? നമ്മുടെ ക്വസ്റ്റ്യനിൽ നമുക്ക് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് തയ്യാറാക്കാൻ ആവശ്യമായിട്ടുള്ള റെസീപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടും അതുപോലെ അതുമായി ബന്ധപ്പെട്ട മറ്റു വിവരങ്ങളും ഇവിടെ ചെറുതായിട്ടൊന്ന് ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. നിങ്ങളിത് വീണ്ടും എഴുതിയെടുക്കേണ്ട കാര്യമില്ല. നമ്മുടെ ക്വസ്റ്റ്യൻ നോക്കുകയാണ് വേണ്ടത്. നിങ്ങൾ നിങ്ങളുടെ നോട്ട് ബുക്കിൽ പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് ആ ക്വസ്റ്റ്യൻ നോക്കി വേണം ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ചെയ്യാൻ. അപ്പോൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൻ്റെ ഫോർമാറ്റ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. നിങ്ങൾ ഇതിൽ നിന്ന് പകർത്തി എഴുതേണ്ടത് ഈ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ മാത്രമാണ്, മറന്നു പോകരുത്. ഇതൊന്നും എഴുതേണ്ട കാര്യമില്ല. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡ് എക്സ്പെൻസ് സൈഡാണ്. ഓൾ എക്സ്പെൻസസ് ആർ ഡെബിറ്റഡ്, ഓൾ ഇൻകംസ് ആർ ക്രെഡിറ്റഡ്. ഇതിൽ ഇൻകംസും എക്സ്പെൻസും എഴുതുന്ന സമയത്ത് നമ്മൾ പരിഗണിക്കേണ്ട കാര്യങ്ങൾ എന്താണ്? കറണ്ട് ഫിനാൻഷ്യൽ ഇയറിലേക്കുള്ള ഇൻകംസും എക്സ്പെൻസസും മാത്രമേ ഇതിൽ വരാൻ പാടുള്ളൂ. എന്നാലേ നമുക്ക് കൃത്യമായിട്ടുള്ള സർപ്ലസ് അല്ലെങ്കിൽ ഡെഫിസിറ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ കഴിയുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം എക്സ്പെൻഡിച്ചർ സൈഡാണ് നോക്കുന്നത്. എക്സ്പെൻഡിച്ചർ സൈഡിലേക്കുള്ള ഐറ്റംസ് നമുക്ക് എവിടെ നിന്ന് കിട്ടും? നമ്മുടെ ബേസ് എന്ന് പറയുന്നത് റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ടാണ്. റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ടിൻ്റെ പേയ്മെൻറ്റ് സൈഡിലാണ് എക്സ്പെൻസുകൾ ഉള്ളത്. അപ്പോൾ ആദ്യം ഇവിടെ കാണുന്ന ഐറ്റം ഏതാ? റെൻ്റാണ്. റെൻറ്റിൻ്റെ എമൗണ്ട് ₹10,500. റെൻ്റ് എഴുതി. റെൻ്റ് റവന്യൂ നേച്ചർ ആണല്ലോ. റവന്യൂ നേച്ചറിലുള്ള പേയ്മെൻറ്റ് അല്ലെങ്കിൽ റവന്യൂ എക്സ്പെൻസുകൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇത് റിക്കറിങ് ഇൻ നേച്ചറാണ്. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് ഫ്രീക്വൻ്റ് ആയിട്ട് നമ്മളിതിങ്ങനെ അടച്ചുകൊണ്ടിരിക്കും റെൻറ്റ്. ഓക്കെ, ദെൻ സാലറീസ് എന്ന് പറഞ്ഞാൽ റവന്യൂ നേച്ചറാണ്. സാലറീസിൻ്റെ എമൗണ്ട് പെയ്ഡ് എത്രയാണ്? 25,000 രൂപ സാലറി കൊടുത്തിട്ടുണ്ട്. പക്ഷേ സാലറിയുമായി ബന്ധപ്പെട്ട് ചില അഡ്ജസ്റ്റ്മെൻറ്റുകൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞു. സാലറീസ് ഔട്ട്സ്റ്റാൻഡിങ് അറ്റ് ദ എൻഡ് ഓഫ് 2012. കഴിഞ്ഞ വർഷം ഔട്ട്സ്റ്റാൻഡിങ് ഉണ്ട്. എത്രയാണ്? അത് 2,500 ആൻഡ് അറ്റ് ദ എൻഡ് ഓഫ് 2013 അഥവാ കറണ്ട് ഫിനാൻഷ്യൽ ഇയറിലെ ഔട്ട്സ്റ്റാൻഡിങ് 4,000 രൂപയാണ്. അപ്പോൾ ഈ 2013 ഔട്ട്സ്റ്റാൻഡിങ് എന്ത് ചെയ്യണം? ആൻഡ് ഔട്ട്സ്റ്റാൻഡിങ് ഇൻ 2013 4,000 രൂപ ആഡ് ചെയ്യണം. അപ്പോൾ എത്ര ഉണ്ടായി? സാലറി എക്സ്പെൻസ് ടോട്ടൽ 29,000 ആയി. പക്ഷെ എന്ത് ചെയ്യേണ്ട ആവശ്യമുണ്ട്? 2012 ഔട്ട്സ്റ്റാൻഡിങ് എന്ന് പറയുന്ന 2,500 രൂപ മൈനസ് ചെയ്യണം. എന്തുകൊണ്ടാണ് മൈനസ് ചെയ്യുന്നത്? കഴിഞ്ഞ വർഷത്തെ ഔട്ട്സ്റ്റാൻഡിങ് എന്ന് പറയുന്നത് അത് കഴിഞ്ഞ വർഷത്തെ സാലറി എക്സ്പെൻസാണ്. അത് നമ്മൾ ഈ വർഷത്തെ 25,000 പേയ്മെൻറ്റ് കൊടുത്തിട്ടുണ്ടാവാം, പക്ഷെ അത് നമ്മുടെ ഈ വർഷത്തെ എക്സ്പെൻസ് അല്ല, കഴിഞ്ഞ വർഷത്തെ എക്സ്പെൻസ് ആയതുകൊണ്ട് നമ്മൾ ലെസ് ഔട്ട്സ്റ്റാൻഡിങ് ഇൻ 2012 2,500. അപ്പം നെറ്റ് നമ്മൾ സാലറി എക്സ്പെൻസ് ഈ സാമ്പത്തിക വർഷത്തിലെ 26,500 രൂപയാണ്. അഥവാ സാലറി പെയ്ഡ് 25,000 ആൻഡ് ഔട്ട്സ്റ്റാൻഡിങ് ഇൻ ദ കറണ്ട് ഇയർ 4,000 ലെസ് ഔട്ട്സ്റ്റാൻഡിങ് ഇൻ ദ പ്രീവിയസ് ഇയർ 2,500. അപ്പം നെറ്റ് 26,500. ഓക്കെ, ദെൻ സൺട്രി എക്സ്പെൻസ് ആണ് അടുത്ത എക്സ്പെൻസ്. സൺട്രി എക്സ്പെൻസസ് എത്രയുണ്ട്? 3,500 രൂപ റവന്യൂ നാച്ചറാണ്. ദെൻ ഇൻവെസ്റ്റ്മെൻറ്റ് പർച്ചേസ്ഡ്. ഇൻവെസ്റ്റ്മെൻറ്റ് പർച്ചേസ്ഡ് എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ നാച്ചറാണ്. ഒരു അസറ്റ് വാങ്ങുകയാണ് അല്ലേ? അസറ്റ് വാങ്ങിക്കഴിഞ്ഞാൽ ക്യാപിറ്റൽ നാച്ചറാണ്. നമ്മൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിലേക്ക് എടുക്കുന്നില്ല. ദെൻ ന്യൂസ് പേപ്പേഴ്സ് 1,000 രൂപ. ന്യൂസ് പേപ്പേഴ്സ് എന്ന് പറഞ്ഞാൽ സാധാരണ എക്സ്പെൻസ് ആണ്. നമ്മൾ പേപ്പർ വാങ്ങുകയാണ്, ക്ലബിലേക്ക് പത്രം വാങ്ങിയിട്ട് അതിൻ്റെ എക്സ്പെൻസ് 1,000 രൂപ. ദെൻ സ്പോർട്സ് എക്യുപ്മെൻറ്റ്സ് ക്ലബിലേക്ക് വാങ്ങാം. ജിം ഉപകരണങ്ങളൊക്കെയാണെന്ന് സങ്കല്പിക്കുക. വാങ്ങിയത് 30/6/2013 പക്ഷേ ഇത് ക്യാപിറ്റൽ നാച്ചറാണ്. നമ്മൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിലേക്ക് എടുക്കുന്നില്ല. ഓക്കെ, അപ്പോൾ നമ്മുടെ പേയ്മെൻറ്റ് സൈഡിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്തു? എക്സ്പെൻസുകൾ റവന്യൂ നാച്ചറിലുള്ളത് കറണ്ട് ഇയറിലേക്ക് അപ്ലിക്കബിൾ ആയിട്ടുള്ളത് മാത്രം എടുത്ത് എക്സ്പെൻസുകളെല്ലാം എഴുതി കഴിഞ്ഞു. ദെൻ നമ്മൾ എന്താണ് ഇതിലൊരു കാര്യം കൂടി പറയുന്നുണ്ട്, ഡിപ്രീസിയേഷൻ്റെ കാര്യം പറയുന്നുണ്ട്. ഡിപ്രീസിയേഷൻ ഫർണിച്ചർ 10%, സ്പോർട്സ് എക്യുപ്മെൻറ്റ്സ് 20%. ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞാൽ എക്സ്പെൻസ് ആയിട്ട് ട്രീറ്റ് ചെയ്യുന്ന ഐറ്റമാണ്. അതുകൊണ്ട് നമ്മൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യണം. ഡിപ്രീസിയേഷൻ ഈക്വൽ ടു
ഫർണിച്ചറിന് 10%. ഫർണിച്ചറിൻ്റെ ഡിപ്രീസിയേഷൻ 10% എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും എമൗണ്ട്? ഡിപ്രീസിയേഷൻ ഓൺ ഫർണിച്ചർ ഈക്വൽ ടു 12,000 ഇൻറ്റു 10/100. ഫർണിച്ചറിൻ്റെ വാല്യൂ എവിടെ? നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ ഓൺ 31st December 2012, അഥവാ കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൻ്റെ അവസാനം ക്ലബിന് ഇൻവെസ്റ്റ്മെൻറ്റ്സ് 20,000 ഉണ്ട്, ഫർണിച്ചർ 12,000 ഉണ്ട്. അപ്പോൾ ഫർണിച്ചറിൻ്റെ വാല്യൂ കഴിഞ്ഞ വർഷം ക്ലോസിങ്ങിലുള്ളതെന്ന് പറഞ്ഞാൽ ഈ വർഷം ഓപ്പണിങ്ങിൽ 12,000 രൂപയുണ്ട്. അപ്പോൾ നമ്മൾ December 31 ക്ലോസിങ്ങിൽ ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യണം. അപ്പോൾ 10% ആണ് അതിൻ്റെ റേറ്റ് പറഞ്ഞുള്ളത്. അപ്പോൾ ഫർണിച്ചറിൻ്റെ ഡിപ്രീസിയേഷൻ 12,000 ഇൻറ്റു 10/100 ഈക്വൽ ടു 1,200 ആണ് ഫർണിച്ചറിൻ്റെ ഡിപ്രീസിയേഷൻ എഴുതി. ദെൻ നമ്മൾ ഡിപ്രീസിയേഷൻ പ്രൊവൈഡ് ചെയ്യാൻ പറഞ്ഞുള്ള അടുത്ത ഐറ്റമാണ് സ്പോർട്സ് എക്യുപ്മെൻറ്റ്സ്. അത് 20% ആണ്. സ്പോർട്സ് എക്യുപ്മെൻറ്റ്സ് 20%. അതിൻ്റെ ഡിപ്രീസിയേഷൻ എത്ര ഉണ്ടായിരിക്കും? നമുക്ക് ഓപ്പണിങ്ങിൽ സ്പോർട്സ് എക്യുപ്മെൻറ്റ്സ് എത്രയുണ്ട്? 40,000 രൂപയുണ്ട്. അത് കൂടാതെ പേയ്മെൻറ്റ്സിൽ ഒരു സ്പോർട്സ് എക്യുപ്മെൻറ്റ്സ് 30,000 ഉണ്ട്. പേയ്മെൻറ്റ്സിൽ സ്പോർട്സ് എക്യുപ്മെൻറ്റ്സ് 30,000 എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ സാമ്പത്തിക വർഷത്തിൽ പുതുതായി വാങ്ങിയ സ്പോർട്സ് എക്യുപ്മെൻറ്റ്സിന് വേണ്ടി ക്യാഷ് ചിലവാക്കിയതാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് 2013 ഓപ്പണിങ്ങിൽ 40,000 രൂപ സ്പോർട്സ് എക്യുപ്മെൻറ്റ്സ് ഉണ്ട്. അതുകൂടാതെ 30/6/2013 6 മാസം കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു? 30,000 രൂപയുടെ സ്പോർട്സ് എക്യുപ്മെൻറ്റ്സ് അഡീഷണൽ വാങ്ങും ചെയ്തു. അപ്പോൾ നമ്മൾ ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? നിലവിലുള്ളതിൻ്റെ ഡിപ്രീസിയേഷൻ ആദ്യം കാണുക. നിലവിലുള്ളത് എത്ര? 40,000 രൂപയുടെ അല്ലേ? ഈ എമൗണ്ടാണ്. 40,000 രൂപയുടെ സ്പോർട്സ് എക്യുപ്മെൻറ്റ്സ് നിലവിലുണ്ട്. അതിൻ്റെ 20% എത്രയാണ്? 40,000 ഇൻറ്റു 20/100 എന്ന് പറഞ്ഞാൽ 8,000 രൂപയാണ്. അതോടൊപ്പം ഈ പർച്ചേസ് ചെയ്ത സ്പോർട്സ് എക്യുപ്മെൻറ്റ്സിൻ്റെ ഡിപ്രീസിയേഷൻ കൂടി ആഡ് ചെയ്യണം. അതെങ്ങനെ കാൽക്കുലേഷൻ? പർച്ചേസ്ഡ് ഓൺ 30/6/2013 ഈക്വൽ ടു 30,000 രൂപയുടെ സ്പോർട്സ് എക്യുപ്മെൻറ്റ്സ് ആണ് വാങ്ങിയത്. ഇൻറ്റു 20/100 ഇൻറ്റു 6/12. എന്തിനാ ഈ 6/12? 6/12 എന്ന് പറഞ്ഞാൽ ഇവിടെ വാങ്ങിയ ഡേറ്റ് 30/6, പിന്നെ 1/7 ജൂലൈ മുതൽ ഡിസംബർ വരെ 6 മാസമാണുള്ളത്. ആ 6 മാസത്തേക്കാണ് ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഈക്വൽ ടു 3,000 രൂപ. അപ്പോൾ സ്പോർട്സ് എക്യുപ്മെൻറ്റിൻ്റെ ടോട്ടൽ ഡിപ്രീസിയേഷൻ 8,000 പ്ലസ് 3,000 ഈക്വൽ ടു 11,000. അതാണ് നമ്മളിവിടെ എഴുതേണ്ടത്. അപ്പോൾ ഡിപ്രീസിയേഷൻ ഫർണിച്ചർ 10%, 1,200. സ്പോർട്സ് എക്യുപ്മെൻറ്റ്സ് 20%, 11,000. ഇങ്ങനെ ഡിപ്രീസിയേഷൻ എഴുതി. ഇപ്പോൾ നമ്മുടെ എക്സ്പെൻഡിച്ചർ സൈഡ് കഴിഞ്ഞു. ദെൻ നമ്മൾ ഇൻകം സൈഡിലേക്ക് പോവുകയാണ്. ഇൻകം സൈഡിലേക്കുള്ള ഐറ്റംസ് നമുക്ക് എവിടെ നിന്ന് കിട്ടും? റിസീപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ടിൻ്റെ റിസീപ്റ്റ് സൈഡിൽ നിന്നാണ് കിട്ടുന്നത്. സബ്സ്ക്രിപ്ഷൻസ് എത്രയുണ്ട്? 57,500 രൂപയാണ് ഈ വർഷം കിട്ടിയിട്ടുള്ളത്. പക്ഷേ സബ്സ്ക്രിപ്ഷനുമായി ബന്ധപ്പെട്ട് നമുക്കിവിടെ അഡീഷണൽ ചില വിവരങ്ങളുണ്ട്. സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിങ് അറ്റ് ദ എൻഡ് ഓഫ് 2012 വേർ ₹4,500. കഴിഞ്ഞ സാമ്പത്തിക വർഷാവസാനത്തിൽ 4,500 രൂപ സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിങ് ആണ്. അതാ കഴിഞ്ഞ വർഷം 4,500 രൂപ കിട്ടാനുണ്ട്. അപ്പോൾ നമുക്ക് ഈ വർഷം കിട്ടിയത് എത്രയാണ്? 57,500. ഇത് റെസിപ്റ്റ് ആണല്ലോ. കിട്ടിയ എമൗണ്ടിൽ എന്തുണ്ടായിരിക്കും? കഴിഞ്ഞ വർഷം കിട്ടാനുള്ള 4,500 രൂപ ഉണ്ടായിരിക്കും. അത് ഏത് വർഷത്തെ ഇൻകമാണ്? അത് കഴിഞ്ഞ വർഷത്തെ ഇൻകമാണ്. കഴിഞ്ഞ വർഷത്തെ ഇൻകം ഈ വർഷം കിട്ടിയെന്ന് വെച്ച് ഈ വർഷത്തെ ഇൻകമായിട്ട് ട്രീറ്റ് ചെയ്യാൻ പാടുണ്ടോ? ഇല്ല. അപ്പോൾ ഈ 4,500 രൂപ നമ്മൾ ഇതിൽ നിന്ന് മൈനസ് ചെയ്യണം. അതുകൂടാതെ ആൻഡ് അറ്റ് ദ എൻഡ് ഓഫ് 2013 വേർ ₹6,500. ഈ സാമ്പത്തിക വർഷത്തിൻ്റെ അവസാനത്തിൽ ഡിസംബർ 31 6,500 രൂപ വരിസംഖ്യ കിട്ടാനുണ്ട്. കിട്ടാനുള്ളതാണ്, ക്യാഷ് കിട്ടിയിട്ടില്ല. അത് നമ്മൾ എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. ആഡ് ഔട്ട്സ്റ്റാൻഡിങ് ഇൻ 2013. സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിങ് എത്രയാണ്? 6,500 രൂപ ആഡ് ചെയ്തു. ടോട്ടൽ 64,000 ലെസ് ഔട്ട്സ്റ്റാൻഡിങ് ഇൻ 2012. കഴിഞ്ഞ വർഷം കിട്ടാനുള്ളത് ഈ വർഷം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ കിട്ടിയ എമൗണ്ടിൽ നിന്ന് മൈനസ് ചെയ്യണം 4,500 രൂപ. നെറ്റ് നമ്മുടെ കറണ്ട് ഫിനാൻഷ്യൽ ഇയറിലെ സബ്സ്ക്രിപ്ഷൻ വരിസംഖ്യ എന്ന് പറയുന്ന ഇൻകം, ഈ മെജസ്റ്റിക് ക്ലബിൻ്റെ ഇൻകം 59,500 രൂപയാണ്. അടുത്തത് ഇൻട്രസ്റ്റ് ആണ്. ഇൻട്രസ്റ്റ് ഇൻകം, ഇൻട്രസ്റ്റ് 400 ആണ്. ദെൻ ഡൊണേഷൻ ജനറൽ ഡൊണേഷൻ നമ്മൾ ഇൻകം ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്, 6,000 രൂപ. ദെൻ ഡൊണേഷൻ ഫോർ ബിൽഡിംഗ് ഫണ്ട് ക്യാപിറ്റൽ നാച്ചറാണ്. അത് നമ്മൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ എടുക്കുന്നില്ല. ഓക്കെ, അത് ക്യാൻസൽ ചെയ്തു. ദെൻ മിസ്ലേനിയസ് റെസീപ്റ്റ്സ് എന്ന് പറഞ്ഞാൽ മറ്റു പലതരത്തിലുള്ള ചെറിയ ചെറിയ ഇൻകംസ് എല്ലാം കൂടി കിട്ടിയത് 620 രൂപ. സെയിൽ ഓഫ് ഗ്രാസ്, പുല്ല് വിറ്റ് കിട്ടിയത് 200 രൂപ. ഇപ്പം നമ്മുടെ ഇൻകം സൈഡും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഈ അക്കൗണ്ടിനെ ബാലൻസ് ചെയ്യണം.
ഈ അക്കൗണ്ട് ബാലൻസ് ചെയ്യുമ്പോൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൻ്റെ ബാലൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒന്നുകിൽ സർപ്ലസ് ആണ്, അല്ലെങ്കിൽ ഡെഫിസിറ്റ് ആണ്. അപ്പോൾ നമ്മൾ ബാലൻസ് ചെയ്യാൻ വേണ്ടി എമൗണ്ട് കോളം ക്ലോസ് ചെയ്യുകയാണ്. ഇതിൻ്റെ ക്രെഡിറ്റ് സൈഡാണ് ഈ കേസിൽ, ഈ പ്രോബ്ലത്തിൽ ഇതിൻ്റെ ക്രെഡിറ്റ് സൈഡാണ് കൂടുതൽ. 66,720 ഉണ്ട്. നമ്മൾ ബാലൻസ് ചെയ്യാൻ വേണ്ടി അത് ഡെബിറ്റ് സൈഡിലേക്ക് കൊണ്ടുവന്നു. ഈ 66,720 നിന്ന് ഇതിൻ്റെ ഡെബിറ്റ് സൈഡിലുള്ള എക്സ്പെൻസുകൾ മുഴുവൻ മൈനസ് ചെയ്തപ്പോൾ കിട്ടിയ എമൗണ്ട് 13,020 രൂപയാണ്. ഇതെന്താ കാര്യം? ഇതിനെയാണ് നമ്മൾ സർപ്ലസ് എന്നാണ് പറയുന്നത്. ഇൻകം കൂടുതലും എക്സ്പെൻസ് കുറവാണ്. അപ്പോൾ ടോട്ടൽ ഇൻകത്തിൽ നിന്ന് ടോട്ടൽ എക്സ്പെൻസ് മൈനസ് ചെയ്തത് 13,020 രൂപ. ഇത് നമ്മൾ എഴുതുന്നത് സർപ്ലസ് ട്രാൻസ്ഫർ ടു ക്യാപിറ്റൽ ഫണ്ട്. ക്യാപിറ്റൽ ഫണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. ദെൻ നമുക്ക് ബാലൻസ് ഷീറ്റ് ചെയ്യണം. ബാലൻസ് ഷീറ്റ് ചെയ്യുന്നതിൻ്റെ മുമ്പ് നമ്മൾ ആ ക്വസ്റ്റ്യനിലേക്ക് വീണ്ടും ഒന്ന് പോവുകയാണ്. നമ്മളോട് ഇവിടെ പറഞ്ഞുള്ളത് പ്രിപ്പയർ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ഫോർ ദ ഇയർ എൻഡഡ് 31st December 2013 ആൻഡ് എ ബാലൻസ് ഷീറ്റ് ആസ് ഓൺ ദാറ്റ് ഡേറ്റ് എന്നാണ്. 2013 ഡിസംബർ 31 ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടും ബാലൻസ് ഷീറ്റും തയ്യാറാക്കണം. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് നമ്മൾ ചെയ്തു. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ നിന്നുള്ള സർപ്ലസ് കിട്ടിയിട്ടുണ്ട്. ഈ സർപ്ലസ് എന്താ ചെയ്യേണ്ടത്? ഈ ക്ലബിൻ്റെ ക്യാപിറ്റൽ ഫണ്ടിനോട് കൂടി ആഡ് ചെയ്യണം. പക്ഷെ നമുക്ക് ക്യാപിറ്റൽ ഫണ്ട് എത്രയാണെന്ന് അറിയോ? നമുക്ക് ക്യാപിറ്റൽ ഫണ്ട് ഈ ക്വസ്റ്റ്യനിൽ എവിടെയും തന്നിട്ടില്ല. ഓപ്പണിങ്ങിലുള്ള ക്യാപിറ്റൽ ഫണ്ട് അറിഞ്ഞാലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? അതോടുകൂടി സർപ്ലസ് ആഡ് ചെയ്യാൻ പറ്റുള്ളൂ. അഥവാ ക്യാപിറ്റൽ ഫണ്ടിൻ്റെ എമൗണ്ട് നമുക്കിവിടെ മിസ്സിംഗ് ആണ്. അപ്പോൾ നമ്മൾ ആദ്യം അത് കാൽക്കുലേറ്റ് ചെയ്യണം. അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ 2013 ജനുവരി 1 ഈ മെജസ്റ്റിക് ക്ലബിൻ്റെ ഒരു ബാലൻസ് ഷീറ്റ് തയ്യാറാക്കുക. ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റ് എന്ന് പറയും. അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. അതിനുവേണ്ടി നമ്മുടെ ക്വസ്റ്റ്യൻ പാർട്ട് ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. ഇത് വീണ്ടും എഴുതണ്ട. നമുക്ക് വേണ്ടത് ഈ ഒരു പാർട്ട് മാത്രമാണ്. ബാലൻസ് ഷീറ്റ് ആസ് ഓൺ 1/1/2013. ഫിനാൻഷ്യൽ ഇയറിൻ്റെ ആദ്യ ഡേറ്റിൽ മെജസ്റ്റിക് ക്ലബിൻ്റെ ബാലൻസ് ഷീറ്റിൽ നമുക്ക് അറിയാവുന്ന ചില അസറ്റ്സ് ഉണ്ട് അല്ലേ? ഓപ്പണിങ്ങിൽ ക്യാഷ് ഇൻ ഹാൻഡാണ് ആദ്യം നമുക്ക് അറിയാവുന്ന അസറ്റ്. ബാലൻസ് ബ്രോ ഡൗൺ അല്ലേ? ജനുവരി 1 ഓപ്പണിംഗ് ബാലൻസ്. ആ ജനുവരി 1 ബാലൻസ് ഷീറ്റാണ് നമ്മൾ തയ്യാറാക്കുന്നത്. ക്യാഷ് ഇൻ ഹാൻഡ് എത്രയാണ്? 3,500 രൂപ. ദെൻ ഈ അഡീഷണൽ ഇൻഫോർമേഷൻസിൽ പറഞ്ഞ കാര്യങ്ങളിലും നമുക്ക് ഈ ബാലൻസ് ഷീറ്റിലേക്കുള്ള ചില ഐറ്റംസ് ഉണ്ട്. സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിങ് അറ്റ് ദ എൻഡ് ഓഫ് 2012. 2012 അവസാനം സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിങ് എത്രയുണ്ട്? 4,500 രൂപയുണ്ട്. 2012 ഡിസംബർ 31 ഈ വാല്യൂ എന്ന് പറഞ്ഞാൽ ജനുവരി 1 2013 വാല്യൂ ആണ്. ഒരു സാമ്പത്തിക വർഷത്തെ ക്ലോസിംഗ് ബാലൻസ് എമൗണ്ടുകളാണ് അടുത്ത സാമ്പത്തിക വർഷത്തെ ഓപ്പണിംഗ് ബാലൻസ് എമൗണ്ടുകൾ. നമ്മൾ പഠിച്ചതാണ് കഴിഞ്ഞ വർഷം. അത് എത്രയുണ്ട്? സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിങ് എഴുതുക. സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിങ് 4,500 രൂപ. ദെൻ വേറെ അസറ്റുകളുടെ കാറ്റഗറിയിൽ വരുന്നത് ഡിസംബർ 31, 2012 ക്ലബിന് ഇൻവെസ്റ്റ്മെൻറ്റ്സ് 20,000 രൂപയും ഫർണിച്ചർ 12,000 രൂപയും സ്പോർട്സ് എക്യുപ്മെൻറ്റ്സ് 40,000 രൂപയും ഉണ്ട്. ഡിസംബർ 31, 2012 എന്ന് പറഞ്ഞാൽ ജനുവരി 1, 2013 വാല്യൂസ് തന്നെ. 20,000 രൂപ ഇൻവെസ്റ്റ്മെൻറ്റ്സ്, ഫർണിച്ചർ 12,000 രൂപ, ദെൻ സ്പോർട്സ് എക്യുപ്മെൻറ്റ്സ് 40,000 രൂപ. ഓക്കെ. ദെൻ ഇനി വേറെ അസറ്റുകൾ എന്തെങ്കിലും ഉണ്ടോ? മറ്റ് അസറ്റുകളൊന്നും നമുക്ക് ഓപ്പണിങ്ങിലുള്ളതായിട്ട് പറഞ്ഞിട്ടില്ല. ദെൻ ലാബിലിറ്റി സൈഡിൽ പോകുമ്പോൾ 2012 സാലറീസ് ഔട്ട്സ്റ്റാൻഡിങ് എത്രയുണ്ട്? 2,500 രൂപയുണ്ട്. സാലറീസ് ഔട്ട്സ്റ്റാൻഡിങ് 2,500. കഴിഞ്ഞ വർഷത്തെ സാലറീസ് ഔട്ട്സ്റ്റാൻഡിങ് എന്ന് പറഞ്ഞാൽ ഈ വർഷം ഓപ്പണിങ്ങിൽ അതൊരു ലാബിലിറ്റി ആയി നിൽക്കുന്നുണ്ട്. ദെൻ വേറെ ലാബിലിറ്റീസിനെ കുറിച്ചൊന്നും ഈ ക്വസ്റ്റ്യനിൽ ഇൻഫോർമേഷൻ ഇല്ല. ഇപ്പം നമ്മുടെ കയ്യിലുള്ളത് എന്താണ്? കുറേ അസറ്റ്സിൻ്റെ വാല്യൂ ഉണ്ട്, ഒരു ലാബിലിറ്റീൻ്റെ വാല്യൂ ഉണ്ട്. ഒരു ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ എന്താണ്? അസറ്റ്സ് മൈനസ് ലാബിലിറ്റീസ് ആണ്. നമ്മൾ അക്കൗണ്ടിങ് ഇക്വേഷൻ എന്താ? അസറ്റ്സ് ഈക്വൽ ടു ലാബിലിറ്റീസ് പ്ലസ് ക്യാപിറ്റൽ. അഥവാ ക്യാപിറ്റൽ ഫണ്ട് കാണാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി? ഈ അസറ്റ്സിൽ നിന്ന് ഈ ലാബിലിറ്റീസ് മൈനസ് ചെയ്താൽ മതി. അസറ്റ്സിൻ്റെ ടോട്ടൽ എത്രയുണ്ട്? 80,000 ആണ്. ആ 80,000 നിന്ന് 2,500 രൂപ മൈനസ് ചെയ്താൽ കിട്ടുന്നത് ക്യാപിറ്റൽ ഫണ്ട് ആയിരിക്കും, ഓപ്പണിംഗ് ക്യാപിറ്റൽ ഫണ്ട്. അപ്പോൾ 80,000 മൈനസ് 2,500 ഈക്വൽ ടു 77,500. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഓപ്പണിംഗ് ക്യാപിറ്റൽ ഫണ്ട് എന്ന് പറയുന്നത്. ഇത് നമ്മൾ BF എന്ന് എഴുതിയുള്ളത് ബാലൻസിങ് ഫിഗറാണ്. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള ക്യാപിറ്റൽ ഫണ്ട് എത്രയാണ് ഈ സ്ഥാപനത്തിൻ്റെ എന്ന് കണ്ടുപിടിച്ചു. ദെൻ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ക്ലോസിംഗ് ബാലൻസ് ഷീറ്റ് ഡിസംബർ 31, 2013 ബാലൻസ് ഷീറ്റ് ചെയ്യണം. ഞാൻ ഈ ക്വസ്റ്റ്യൻ്റെ ആ പാർട്ട്
ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്, വീണ്ടും എഴുതിയെടുക്കരുത്. ബാലൻസ് ഷീറ്റാണ്, ഇതാണ് നമുക്ക് എഴുതിയെടുക്കേണ്ട പാർട്ട്. ബാലൻസ് ഷീറ്റ് ആസ് ഓൺ 31 December 2013. അപ്പോൾ നമുക്ക് ഓരോ അസറ്റ്സ് ആയിട്ട് എഴുതണം. ആദ്യം എഴുതുന്നത് ക്യാഷ് ഇൻ ഹാൻഡ് ആണ്. December 31, 2013 എത്രയാണ് ക്യാഷ് ഇൻ ഹാൻഡ് ഉള്ളത്? റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ടിൻ്റെ ക്ലോസിംഗ് ബാലൻസ് ആണ് ക്യാഷ് ഇൻ ഹാൻഡ് അറ്റ് ദ എൻഡ് ഓഫ് ദ ഫിനാൻഷ്യൽ ഇയർ. എത്രയുണ്ട്? 33,220 ആണ്. ദെൻ മറ്റ് അസറ്റുകൾ എന്തൊക്കെയാണ്? അസറ്റ്സ് സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിങ് ഉണ്ട്. സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിങ് എത്രയാണ്? 2013 സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിങ് 6,500 രൂപ. ദെൻ മറ്റ് അസറ്റ്സ് ഇൻവെസ്റ്റ്മെൻറ്റ്സ് എത്രയുണ്ട്? ഓപ്പണിങ്ങിൽ ഇൻവെസ്റ്റ്മെൻറ്റ്സ് നമുക്കറിയാം 20,000 രൂപയുണ്ട്. ആഡ് ഈ വർഷം വാങ്ങിയത് എത്രയുണ്ട്? ഇൻവെസ്റ്റ്മെൻറ്റ് പർച്ചേസ്ഡ്. ആഡ് പർച്ചേസ് 25,000 രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് പുതുതായി വാങ്ങിയിട്ടുണ്ട്. ടോട്ടൽ 45,000 രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഉണ്ട്. ദെൻ അടുത്തത് ഫർണിച്ചറാണ്. ഫർണിച്ചറിൻ്റെ വാല്യൂ എത്രയാണ്? നമുക്ക് ഓപ്പണിങ്ങിലുള്ള ഫർണിച്ചറിൻ്റെ വാല്യൂ 12,000 രൂപയാണ്. ആ ഫർണിച്ചറിന് നമ്മൾ ഡിപ്രീസിയേഷൻ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ കാണിച്ചില്ലേ എത്രയായിരുന്നു എമൗണ്ട്? ഡിപ്രീസിയേഷൻ ഓൺ ഫർണിച്ചർ 1,200 രൂപ. അതെന്ത് ചെയ്യണം? മൈനസ് ചെയ്യുക. ലെസ് ഡിപ്രീസിയേഷൻ 1,200. നെറ്റ് ഫർണിച്ചറിൻ്റെ വാല്യൂ എത്രയാണ്? 10,800 രൂപ. ദെൻ അടുത്ത ഐറ്റം സ്പോർട്സ് എക്യുപ്മെൻറ്റ്സ് ആണ്. സ്പോർട്സ് എക്യുപ്മെൻറ്റ്സിൻ്റെ വാല്യൂ എത്രയാണ്? സ്പോർട്സ് എക്യുപ്മെൻറ്റ്സ് ഓപ്പണിങ്ങിലുള്ളത് 40,000 രൂപയാണ്. അതോടൊപ്പം സ്പോർട്സ് എക്യുപ്മെൻറ്റ്സ് വാങ്ങിയിട്ടുണ്ട്. ആഡ് പർച്ചേസ് ഓഫ് സ്പോർട്സ് എക്യുപ്മെൻറ്റ്സ് 30,000 രൂപ. ടോട്ടൽ എത്ര രൂപയായി? 70,000 രൂപയായി. ഇനി എന്ത് ചെയ്യണം? സ്പോർട്സ് എക്യുപ്മെൻറ്റ്സിന് ഡിപ്രീസിയേഷൻ പറഞ്ഞുകൊണ്ട് 20% നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. ടോട്ടൽ നമ്മൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ അത് ഡെബിറ്റ് ചെയ്തു. ലെസ് ഡിപ്രീസിയേഷൻ എത്ര രൂപ? 11,000 രൂപ. ബാലൻസ് എമൗണ്ട് 59,000 രൂപ. അപ്പോൾ നമ്മുടെ അസറ്റ് സൈഡ് പൂർത്തിയായി. ദെൻ ലാബിലിറ്റി സൈഡിൽ ആദ്യം സാലറീസ് ഔട്ട്സ്റ്റാൻഡിങ് ഫോർ 2013. ഇവിടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് സാലറീസ് ഔട്ട്സ്റ്റാൻഡിങ് അറ്റ് ദ എൻഡ് ഓഫ് 2013 വേർ 4,500 ആണ്. 2012 എടുക്കാൻ പാടില്ല. സാലറീസ് ഔട്ട്സ്റ്റാൻഡിങ് അറ്റ് ദ എൻഡ് ഓഫ് 2012 എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ വർഷത്തെയാണ്. 2013 ഔട്ട്സ്റ്റാൻഡിങ് ആണ് നമ്മൾ ഈ ക്ലോസിംഗ് ബാലൻസ് ഷീറ്റിലേക്ക് വരേണ്ടത്. എത്രയാണ്? 4,000 രൂപ. ദെൻ ഡൊണേഷൻ ഫോർ ബിൽഡിംഗ് ഫണ്ട്. നമ്മൾ ക്യാപിറ്റലൈസ്ഡ് ഐറ്റംസ് ഇങ്ങോട്ട് എടുക്കണം. ഇവിടെ റെസിപ്റ്റ് സൈഡിൽ ഡൊണേഷൻ ഫോർ ബിൽഡിംഗ് ഫണ്ട് ഉണ്ട്. നമ്മൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ കാണിച്ചിട്ടില്ല. അത് ക്യാപിറ്റൽ നാച്ചർ ആയതുകൊണ്ട് ബാലൻസ് ഷീറ്റിലേക്ക് എടുക്കും. ദെൻ അടുത്ത ഐറ്റം എന്താണ്? ക്യാപിറ്റൽ ഫണ്ട്. ഓപ്പണിങ്ങിലുള്ള ക്യാപിറ്റൽ ഫണ്ട് നമ്മൾ കണ്ടുപിടിച്ചു. എത്രയായിരുന്നു? 77,500. അതോടൊപ്പം എന്ത് ചെയ്യണം? ഈ വർഷത്തെ സർപ്ലസ് ആയിട്ടുള്ള 13,020 രൂപ ആഡ് ചെയ്യുന്നു. ടോട്ടൽ ഈ വർഷം ക്ലോസിങ്ങിൽ ക്യാപിറ്റൽ ഫണ്ട് എത്രയായി? 90,520 രൂപ. സോ ടോട്ടൽ ഓഫ് അസറ്റ്സ് ആൻഡ് ടോട്ടൽ ഓഫ് ലാബിലിറ്റീസ് പ്ലസ് ക്യാപിറ്റൽ ഫണ്ട് ഈക്വൽ ടു 1,54,520. 1,54,520. അപ്പോൾ നമ്മൾ ചെയ്ത കാര്യങ്ങൾ ഒന്ന് ഓർത്തെടുക്കണം. ആദ്യം ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് തയ്യാറാക്കി. റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ടിൻ്റെ പേയ്മെൻറ്റ് സൈഡും റെസിപ്റ്റ് സൈഡും നോക്കിയിട്ട് അതിൽ നിന്ന് റവന്യൂ നാച്ചറിലുള്ള ഇൻകംസും എക്സ്പെൻസും മാത്രം എടുത്തു. ആവശ്യമുള്ള അഡ്ജസ്റ്റ്മെൻറ്റുകളും വരുത്തി ഡിപ്രീസിയേഷനൊക്കെ പ്രൊവൈഡ് ചെയ്ത് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ചെയ്തു. നമുക്ക് സർപ്ലസ് കിട്ടി. സർപ്ലസ് ചെയ്യേണ്ടത് ക്യാപിറ്റൽ ഫണ്ടിനോട് കൂടി ആഡ് ചെയ്യാണ്. അപ്പോൾ നമുക്ക് ഈ ക്വസ്റ്റ്യനിൽ ക്യാപിറ്റൽ ഫണ്ട് എത്രയെന്ന് അറിയാത്തത് കൊണ്ട് ഓപ്പണിങ്ങിൽ നമുക്ക് ലഭ്യമായിട്ടുള്ള വിവരം വെച്ചിട്ടുള്ള അസറ്റ്സും ലാബിലിറ്റീസും എടുത്ത് ഒരു ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റ് തയ്യാറാക്കി അതിൻ്റെ ബാലൻസിങ് ഫിഗറായിട്ട് അല്ലെങ്കിൽ അക്കൗണ്ടിങ് ഇക്വേഷൻ അപ്ലൈ ചെയ്തുകൊണ്ട് ക്യാപിറ്റൽ കാൽക്കുലേറ്റ് ചെയ്തു. ദെൻ നമ്മൾ ക്ലോസിംഗ് ബാലൻസ് ഷീറ്റ് തയ്യാറാക്കി. അതിലെ ക്യാപിറ്റൽ ഫണ്ടിനോട് കൂടി സർപ്ലസ് ആഡ് ചെയ്തു. ഈ ഒരു രീതിയിലാണ് നമ്മൾ ബാലൻസ് ഷീറ്റ് തയ്യാറാക്കുന്നത്. അപ്പോൾ നമ്മൾ 3 സ്റ്റേറ്റ്മെൻറ്റ്സുകളും ചെയ്യാൻ പഠിച്ചിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട കുറച്ചുകൂടി കാര്യങ്ങളുണ്ട്. നമുക്കത് അടുത്ത ക്ലാസ്സിൽ പറയാം. റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ട്, ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ്. ഓക്കെ, താങ്ക് യു.